Hello, welcome back to my channel. My channel. ചാനൽ അങ്ങനെ എടുത്ത് പുള്ളിക്കാരി. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനല്ലേ. അയ്യോ, കുട്ടി നാട്ടിൽ പോവാട്ടാ. ഈ വീക്കില് നാട്ടിൽ പോവാണ് അല്ലേ? ഈ വീക്കിൽ എപ്പോഴാ നാട്ടിൽ പോണേ? ഈ വീക്കിൽ ഇവ നാട്ടിൽ പോവാണേ. ഇവിടെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാട്ടാ. അടുത്ത മാസം 4-ാം തീയതിയോടുകൂടി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വീടെടുക്കാൻ പുറത്ത് അതന്നെ എന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ട. അപ്പൊ പക്ഷെ ഇത് ഞാൻ കാണിച്ചിരിക്കണ എന്റെ കയ്യിലിരിക്കണ്ട. ഒന്ന് നിർത്തടോ. അപ്പൊ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ അവള് നാട്ടിലോട്ട് വിടാന്ന് വിചാരിക്കുകയാണ് ഈ ഒരു 2 months. ഇവിടെ നിർത്തിക്കഴിഞ്ഞാല്, കാരണം ഞാനില്ലല്ലോ, ഞാനിപ്പോ ജോബ് ഉള്ളതുകൊണ്ട് തന്നെ ഇവളെ ഡേ കെയറിലാക്കിയിട്ട് ഇവള് ഫുൾ ടൈം ഡേ കെയറിൽ ഇരിക്കണം. അപ്പൊ അതിലും നല്ലത് നാട്ടിൽ പോയി കഴിഞ്ഞാല് അടുത്ത വീക്കിൽ ഇവ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആട്ടാ പോവാനായിട്ട്. ഭയങ്കര ഹാപ്പിയാണ് ഇവ. ഇവ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാട്ടാ. ഭയങ്കര എക്സൈറ്റഡ് ആണ് നാട്ടിൽ പോവാനായിട്ട്. എനിക്കറിയില്ല എന്താവും എന്നുള്ള കാര്യം. കാരണം ഇതുവരെ എനിക്ക് കാരണം ഇവളിവിടെ നിർത്തിയിട്ട് കാര്യമില്ല. ഇവളിവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇവള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ അങ്ങനെ ഇരുന്നിരുന്ന് ഇവള് ബോറടിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നാട്ടിൽ പോയാൽ അവിടെ ഫുൾ ഹാപ്പി ആയിരിക്കും. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഇവാക്കാണേലും അത് മാത്രല്ല ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഓർമ്മയുണ്ട്, കൊറേ മിഠായി കിട്ടും, ഐസ്ക്രീം കിട്ടും എന്നൊക്കെ പറയണേ. ഇവാക്ക് കൊറേ എന്താ പറയാ, ഇവാനെ കൊണ്ടുനടക്കാൻ അത് മാത്രല്ല ആളുകളുണ്ട്. ഇപ്പൊ ഇട്ടിക്കുന്ന ബാഗ് നിങ്ങള് കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ട ഇങ്ങനത്തെ ഒരു ബാഗ് ഇതിനകത്ത് വെച്ചിരിക്കണേ. കുറച്ച് ടിഷ്യൂ ലാസ്റ്റ് കൊണ്ടാണ് ആകെ 2 സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ. വാട്സിന്റെ ബാഗും കാണിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ അവിടെ വെക്കി. ഞാൻ ഒരു കാര്യം പറയുന്നതിന്റെ ഇടയിൽ കൂടെ 100,000 കാര്യങ്ങളാട്ടാ. പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാല് ഈ ഒരു വെക്കേഷൻ അവൾക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ അത് മാത്രമല്ലാണ്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമുക്ക് നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു വലിയൊരു സംഭവം നടക്കാനുണ്ട് അല്ലേ? അത് നമ്മള് നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമ്മച്ചിന്റെ ആടി നാട്ടിൽ വന്നിട്ട് പറയാം. അപ്പൊ ഞങ്ങൾ ഓഗസ്റ്റില് ഇൻഷാല്ലാ ഞാനും അപ്പയും പോവും. അപ്പൊ അത് വരെ ഇവ അവിടെ ഉണ്ടാവും. ഒരു കാരണുണ്ട്. മതിയടോ. അപ്പൊ ഇവക്കുട്ടി പോയി കഴിഞ്ഞാല് എന്താവും എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാന് ഇവള് ജനിച്ചു കഴിഞ്ഞിട്ട് ഇവളില്ലാണ്ട് നിന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് 2 ദിവസം നിന്നിട്ടുണ്ട് കേട്ടാ. ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നാണ് രാത്രി ഒരു ദിവസം ഞാൻ മാറിയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഉമ്മച്ചിന്റെ അനിയത്തിക്ക് പെട്ടെന്നൊരു വയ്യാതെ വന്നപ്പം എമർജൻസി ആയിട്ട് ഞാനാണ് രാത്രി ഹോസ്പിറ്റലിൽ കൂടെ പോയിട്ടുണ്ടായത്. അന്ന് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ 2 രാത്രി മാത്രമാണ് ഞാൻ ഇവ ഇല്ലാണ്ട് ഈ ഒരു 6-7 years ആവാറായി. ഈ ഒരു 7 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. പക്ഷേ ഇവൾക്കും എല്ലാവർക്കും ആകെ അങ്ങനെ 2-3 സമയമുള്ള കേട്ടോ. അല്ലാത്തപ്പോ പകല് ഇപ്പൊ പുള്ളിക്കാരി മാറി നിൽക്കാറുണ്ട്. പക്ഷെ രാത്രി ഞാൻ ഇല്ലാണ്ട് നിന്നിട്ടില്ല ഇതുവരെ. ഈ 2 ദിവസം അല്ലാണ്ട് ഞാൻ ഇല്ലാണ്ട് അവള് നിന്നിട്ടേ ഇല്ല. അത് ഇങ്ങനെ ഓഫീസിൽ സമയത്ത് വരെ ഇങ്ങനെ നിന്നിട്ടുള്ളൂ. അപ്പൊ ഇവക്ക് സങ്കടം ഉണ്ടോ? വെറുതെ കേട്ടാ, ഒരു സങ്കടമില്ല. സങ്കടമുണ്ട് എനിക്ക്. ഞാൻ നാട്ടിൽ പോകുമ്പോ ദീദിന്റെ എന്നോട് പോകുമ്പോ ഞാൻ എന്നെ കഴിച്ചു കാണും. അയ്യോ കരയൊന്നും വേണ്ട. ഇല്ലല്ലോ കാര്യം ഇവാക്ക് അങ്ങനെ വലിയ സീനൊന്നും ഇല്ല. കാരണം അവളിപ്പം പകലൊക്കെ ഞാൻ ഇല്ലാണ്ട് നിൽക്കണമുണ്ട്. പിന്നെ ചെറുതിലോട്ടെ ഞാൻ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഇവള് ഉമ്മച്ചിയുടെ കൂടെയൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ഒരു കുറച്ച് നാളങ്ങനെ വിട്ട് നിന്നിട്ടില്ല. എന്തായാലും പോയി പഠിച്ചിട്ടൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ ഇവക്കുട്ടി ഒറ്റയ്ക്കാണ് പോണത് അല്ലേ? ഒരു കാര്യം പറയട്ടെ, ഞാനിങ്ങനെ ഇങ്ങനത്തെ മുഖം നിൽക്കുമ്പോ ആണെങ്കിൽ അമ്മച്ചി പറയണം, കാരണം ഇപ്പൊ തന്നെ മുഖം ഇങ്ങനെന്നൊക്കെ അങ്ങനെ പറയണേ. കണ്ട ഇപ്പൊ തന്നെ മുഖം അങ്ങനെ ആയി അല്ലേ? എന്തെങ്കിലും സങ്കടപ്പെടണ്ട. ചുമ്മാ ഇരുന്ന് ഷോ കാണിക്കണ്ട. ഇല്ല ചുമ്മാ മതി. അത് ഞാൻ കട്ട് ചെയ്തോളാം. അവിടെ വെച്ച് കട്ട് ചെയ്തോളാം.
അങ്ങനെ. അപ്പോൾ ഇവ പോണത് ഒറ്റയ്ക്കാണ് കേട്ടോ. ഒറ്റയ്ക്ക് പോവാനായി, വലിയ ആളായി അല്ലേ. ഇവക്ക് നമ്മൾ അൺഅക്കമ്പനൈഡ് മൈനർ എന്നുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവ ഒറ്റയ്ക്ക് പോവും, നമ്മൾ ആരും ഇല്ല. സാധാരണ എക്സസൈസ് ആണെങ്കിലും എനിക്ക് മമച്ചൊരു വിട്ടു പോകണ കുറച്ച് അത് അവിടെ എത്തിക്കഴിയുമ്പോൾ റെഡിയാവും. ആരെങ്കിലും കൂടെ വിടാമെന്ന് കേട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ നോക്കിയപ്പം കറക്റ്റ് അങ്ങനെ ഇവളുടെ ഡേറ്റിന് ആരും പോകുന്നില്ല. പിന്നെ ഓർത്ത് ഒറ്റയ്ക്ക് തന്നെ പോട്ടെ, ഒറ്റയ്ക്ക് പോയി പഠിക്കട്ടെ എന്ന് വിചാരിച്ചല്ലേ. ഇവ കുട്ടി സ്ട്രോങ് അല്ലേ. ഇവക്ക് പിന്നെ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പേടിയാണ് അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. പക്ഷെ ഇവള് ഞാൻ പൊക്കോളാം, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്കും വലിയ ടെൻഷനൊന്നുമില്ല. ആള് കുറച്ച് എന്താ പറയാ, കുറച്ച് ധൈര്യമൊക്കെ ഉള്ള ആളാണ്. ഇച്ചിരി നേരം നമ്മൾ കണ്ടില്ലെങ്കിൽ കരയൊക്കെ ചെയ്യും. എവിടെയെങ്കിലൊക്കെ നിന്ന് കഴിഞ്ഞാല് മാളിലൊക്കെ പോയി കഴിഞ്ഞാലേ നമ്മളിങ്ങനെ കണ്ടില്ലെങ്കിലൊക്കെ കരയോട്ടെ. അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് പോവാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളൂ എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ആളെന്തായാലും പോയിട്ട് വരട്ടെ. അപ്പൊ ഞങ്ങളിപ്പോ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. ഇന്ന് നമ്മുടെ വീക്കെൻഡ് അല്ലല്ലോ, ഈദ് ഹോളിഡേയ്സിന്റെ ലാസ്റ്റ് ഡേ ആട്ടാ. നമ്മള് ഇവാക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ ഒരുപാട് ലഗേജ് ഒന്നും കൊടുത്തു വിടുന്നില്ല കേട്ടോ. ഇവാക്ക് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇവാക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങണം, സെറ്റ് ആക്കണം അല്ലേ. അപ്പൊ നമുക്ക് മിഠായി ഒന്നും കൊണ്ടുപോകണമെന്നില്ല. മിഠായി കൊണ്ടുപോയിട്ട് നിൽക്കാനൊന്നല്ലേ. അങ്ങനെ ലഗേജ് ഒന്നും ഇല്ലാട്ടെ. ഇവാടെ ഡ്രസ് അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ദീദിക്കും അവർക്കും നോക്കാം. പിന്നെ എന്റെ കളിപ്പാട്ടങ്ങളും എന്ന് പറഞ്ഞ പുതിയ ഇങ്ങനത്തെ ഞാൻ കളിപ്പാട്ടങ്ങൾ കാണിച്ചില്ല. അതൊക്കെ ഇങ്ങനെ അതൊക്കെ വാങ്ങണം. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം അല്ലേ. പോയിട്ട് വരാം. ഞങ്ങൾ ആദ്യം തന്നെ ഇവാടെ വളയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ കയ്യിൽ കയറുന്നുണ്ടായില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്നും പറഞ്ഞ് സ്റ്റേഡിയം മെട്രോയിലുള്ള ലുലുവിൽ വന്നിട്ടുണ്ടേ. അവിടെ നിന്ന് മലബാർ ഗോൾഡിൽ നിന്നാട്ടോ മാറ്റിയിട്ടുണ്ടായേ. അപ്പോൾ ഇവാടെ വളയും ചെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും മാറ്റി പിന്നെ കുറച്ചുകൂടി ആക്കിയിട്ട് 2 വളയാട്ടോ വാങ്ങിയിട്ടുണ്ടായി ഇവാക്ക്. ഇവിടെ അങ്ങനെ തീരെ ഇടാറില്ല കേട്ടോ ഗോൾഡൊന്നും. കാരണം സ്കൂളിൽ എന്തായാലും ഇടാൻ പറ്റില്ല. പിന്നെ വെക്കേഷനൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇട്ട് കൊടുക്കുമെന്നല്ലാണ്ട് തീരെ അങ്ങനെ ഇടാത്തതുകൊണ്ട് തന്നെ വളയൊക്കെ വേഗം ചെറുതായി പോവാട്ടോ. കുറച്ചാൾ മുന്നേ വാങ്ങിയതാണ്, പക്ഷെ അതിപ്പോൾ ഇടാൻ പറ്റാണ്ടായി. ഇനിയിപ്പോൾ എന്തായാലും നാട്ടിൽ പോവല്ലേ, അപ്പോഴല്ലേ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തായാലും സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ടേ. ഇവാണെങ്കിൽ നാട്ടിൽ പോകുന്നതിൻ്റെ ഫുള്ളൊരു എക്സൈറ്റഡ് മൂഡിലാട്ടോ ഇരിക്കണത്. ഇനിയിപ്പോൾ ഇവ കുട്ടിക്ക് കുറച്ച് ഷൂ ഒക്കെ വാങ്ങാൻ പറ്റും അല്ലേ. രസമുണ്ട് ഗൈസ്. പക്ഷെ ഒരു കാര്യം, ഞാൻ എന്തൊക്കെ വാങ്ങി കാണിച്ചുതരാം. എൻ്റെ ഒരു വാച്ച് ഞാൻ പോകുമ്പോ എന്റെ മറ്റേ വാട്ടർ ബുക്ക് നമ്മളെ ചിലവർക്ക് അറിയില്ല, ചിലവർ ഇത് നമുക്ക് ഊരിട്ട് വെള്ളം നിറച്ചിട്ട് അത് കളർ ചെയ്തെടുക്കുമ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയാവും. അല്ലെങ്കിൽ അട്ട് നമ്മുടെ അത് പേജ് തീർന്നു പോകുന്ന സമയത്ത് അത് നമുക്ക് പുറത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കണം. അപ്പൊ അത് ഡ്രൈ ആകുമ്പോ പിന്നെ നമുക്ക് കുറെ പേജ് പോലെ ഫസ്റ്റ് ഒന്ന് പറയാൻ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മളവിടെ ഷൂ വാങ്ങാൻ വന്നേ കേട്ടോ. ഇവിടെ അൻസാർ മാളിലാണ്. നമ്മളിപ്പോ നിൽക്കുന്ന അൻസാർ മാളിലാണ്. ഇവിടെ കുട്ടികൾക്കും ചെക്കന്മാർക്കും വലിയവർക്കും കുറെ ഷൂകളുണ്ട്. ഇവിടെ അതിന് ബ്ലൂവും പിങ്കും ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞത് അൻസാർ മാളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവാക്ക് 2 ഷൂസ് വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവാണെങ്കിൽ വേഗം വലുതായി പോവാട്ടോ. വേഗം അങ്ങോട്ട് ഹൈറ്റ് വെച്ച് പോയിട്ട് ഉള്ള ഷൂസ് ഒന്നും പാകമാവണില്ല. വേഗം ആട്ടോ അവളുടെ സൈസ് മാറുന്നത്. ശരിക്കും 6 വയസ്സുള്ളെങ്കിലും അവൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ വേഗം ഹൈറ്റ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാട്ടോ സൈസൊക്കെ മാറുന്നത്. ശരിക്കും ഇവായ ഇങ്ങനെ എപ്പോഴും കൊഞ്ചിക്കണ എന്തിനാന്നൊക്കെ ഇങ്ങനെ കുറച്ച് കമൻസൊക്കെ വരാറുണ്ട് കേട്ടോ. അത് ഇപ്പോഴല്ല, വളരെ പണ്ടോട്ടേ വരാറുണ്ട്. ഇവ എന്താ പറയുക, ഒരു 2 വയസ്സ് 3 വയസ്സുള്ളപ്പോൾ തൊട്ടേ എനിക്ക് വരാറുള്ള കമൻസ് ആട്ടോ അത്. കാരണം ഇവയുടെ ഈ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവരുടെയും വിചാരം ഇവ വലിയ കുട്ടിയാണെന്ന് കേട്ടോ. അവളൊരു 2-3 വയസ്സുള്ളപ്പോൾ തൊട്ടേ എവിടെ പോയാലും വലിയ കുട്ടിയാണ്. കാരണം കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 6 വയസ്സുള്ള കുട്ടിയുടെ കൂടെ എന്നാലും 3 വയസ്സുള്ളപ്പോഴും ഇവ അവരുടെ ഹൈറ്റ് തന്നെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ
പുള്ളിക്കാരി എവിടെ പോയാലും വലിയ കുട്ടിയാണ്. ഇന്നാണെങ്കിൽ ഫുള്ള് ഹാപ്പി മൂഡിലാട്ടോ. അവിടെയൊക്കെ പോയിട്ട് ഫുള്ള് ഡാൻസ് കളി ബഹളമൊക്കെ തന്നെയായിരുന്നേ. എങ്ങനെയും ഒന്ന് നാട്ടിലെത്തിയാൽ മതി എന്നുള്ള ആ ഒരു ഹാല് കയറിയിട്ട് അടക്കാട്ടോ ഇവ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മൊട്ട്. ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. ഇവാക്ക് ലഗേജ് ഒന്നും ഒരുപാട് കൊടുത്തു വിടുന്നില്ല. കാരണം ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആകെ ശരിയാവില്ല. 30 കിലോക്ക് കൊണ്ടുപോകാം. എന്നാലും നമ്മൾ അങ്ങനെ അവളുടെ ഡ്രസ്സും അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമൊക്കെ കൊടുത്തു വിടുന്നുള്ളൂ കേട്ടോ. ഇവാക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവ തന്നെ ഇങ്ങനെ ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവാക്ക് ഫ്ലൈറ്റിൽ പോകുമ്പം നെക്ക് പില്ലോ വേണം, അതില്ലാന്നുണ്ടെങ്കിൽ കഴുത്ത് വേദനിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതാ സ്വന്തമായിട്ട് അതൊക്കെ വാങ്ങുകയാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ നല്ല കളക്ഷൻസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇത് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ ഇവാക്കാണെങ്കിൽ ഇയർ മഫ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതും ഇവിടെ നോക്കിയപ്പോൾ ഉണ്ടായില്ല. ഇനിയിപ്പോൾ എന്തായാലും അത് വേറെ വാങ്ങിക്കൊടുക്കണം. വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും കേട്ടോ. കാരണം പുള്ളിക്കാരി ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്താണ് ഫ്ലൈറ്റിൽ പോകുമ്പോൾ വേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു ഉത്സാഹമൊക്കെ നാട്ടിലെത്തിയാൽ ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്കൊരു പേടിയുള്ളൂ കേട്ടോ. പക്ഷേ അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടാവില്ല. കാരണം അവൾ ഹാപ്പി ആയിരിക്കും. അവൾക്ക് അങ്ങനെ കളിക്കാനൊക്കെ ഒരുപാട് ആളുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഫുള്ള് ഹാപ്പി ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ആ പെട്ടി വാങ്ങണമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായി. പക്ഷേ തൽക്കാലം വാങ്ങിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവാക്ക് അങ്ങനെ ലഗേജ് ഒന്നും കൊടുക്കണില്ല. ചെറിയൊരു ബാഗ് മാത്രമേ അവളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുമ്പോൾ ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ചേ. അവിടെ കിടക്ക്. അതിന് തല അവിടെ വരെ ഉണ്ട്. ഇവിടെ തല മസാജ് ചെയ്യണം. ഇവിടെ തല താഴെയാണല്ലോ. എന്നെ തള്ളണമെന്ന് വേണ്ട, എനിക്ക് പേടിയാ. ഈ ഒരു മസാജ് ചെയ്യുന്ന ചെയറിൽ ഇരിക്കണം എന്ന് കുറച്ച് കാലമായിട്ട് ഇവ പറയണതാണ്. അങ്ങനെ ഇന്നൊരു രസത്തിന് എടുത്തു നോക്കിയതാണ്. പക്ഷെ ഒരു മിനിറ്റ് പോലും തികച്ചിരുന്നില്ല കേട്ടോ. അവള് ആകെ അതിന് നീങ്ങിയിരിക്കായിരുന്നേ. ആകെ ബുദ്ധിമുട്ടല്ല. പിന്നെ കുട്ടികൾ അതിലങ്ങനെ ഇരുത്താനും പാടില്ലായേ. ഇവ നാട്ടിൽ പോവാണെങ്കിൽ ഇവക്ക് നാട്ടിൽ പോണ്ടിന് വിഷമുണ്ടാ? എന്നിട്ട് വിഷമം ഒന്നും കാണാനില്ലല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നഹദി മന്തിയിലാട്ടാ വന്നിട്ടുള്ളത്. ഇവ ഫുള്ള് കളിയാട്ടാ. നോക്കിയ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കിടന്ന് ഓട്ടവും ബഹളൊക്കെയാണ്. സാധാരണ ഇത്രയ്ക്ക് അലമ്പൊന്നും എടുക്കാറില്ല. പക്ഷെ ഇത് നാട്ടിൽ പോകുന്നതിൻ്റെ ഫുൾ ആ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയാണ്. നമ്മൾ വഴക്ക് പറയില്ല, എന്തായാലും പോവാൻ നിൽക്കല്ലേ എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാട്ടായി കിടന്ന് കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 2 കൊട്ട് കൊടുത്താൽ തീരാവുന്നതല്ല. അല്ല ചിലപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അനങ്ങാണ്ടിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു മൈൻഡില്ലായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ പോകണമല്ല, അപ്പോൾ എന്നെ വഴക്ക് പറയില്ല, എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ കിടന്ന് കാട്ടിക്കൂട്ടാട്ടാ. ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഹണി അൽഫാം മന്തിയാണ്. നോക്കിയേ, നല്ല ഭംഗിയാട്ടോ കാണാനും, നല്ല ടേസ്റ്റ് ആട്ടാ. ഞങ്ങൾ മുന്നേ കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള. ഒരാളിവിടെ ആനന്ദ ശയനത്തിലാണ്. വാ 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 കഴിക്കാം വാ. ഇവിടെ ഫുഡ് കഴിച്ച് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് അവർ ഫ്രീ ആയിട്ട് ലുക്ക് ചെയ്യുമ്പോൾ തരും കേട്ടോ. ലുക്ക് ചെയ്യുമ്പത്തും അതുപോലെ തന്നെ ചായ അല്ലേ? ചായ അല്ല, എന്റെ പ്ലേറ്റ് നോക്ക് ഗൈസ്. മമ്മച്ചിയുടെ പ്ലേറ്റ് എവിടെ എത്തിയിട്ടില്ല. ഇവിടെ ഓഫ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് വന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയാട്ടെ. ഒരു വിഗയുടെ ഒരു ഹെയർ ബ്രഷ് വാങ്ങിയിട്ടുണ്ട്, ലോട്ടസിൻ്റെ ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ട്, ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആട്ടോ ഇത് ബോയിൻ്റെ, അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇബയുടെ ഒരു ഫോട്ടോ പെർഫെക്റ്റ് പ്രൈമർ വാങ്ങി. പിന്നെ ഈ ഒരു ഫിറ്റ്മിയുടെ കോമ്പാക്റ്റ് അല്ലല്ലോ, ആ കോമ്പാക്ട് പൗഡർ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. ഇത് 310 ആട്ടോ എൻ്റെ ഷെയ്ഡ് വരുന്നത്, സൺബീച്ച് ആണ്. പിന്നെ ഈ ഒരു ബ്ലൂ ഹാവൻ്റെ നെയിൽ പെയിൻ റിമൂവർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവാക്ക് നെയിൽ പോളിഷ് വാങ്ങിയിട്ട് റിമൂവർ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയാലോ. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുകയാണ്. നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.